ഇപ്പോൾ കെ.ആർ. പ്രമോദ്, മാതൃഭൂമി ജനറൽ മാനേജർ പി.ആർ. വിഭാഗം, നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അവിടെ ജനശതാബ്ദിയിൽ നമ്മുടെ ട്രെയിനുമായി ബന്ധപ്പെട്ട് ട്രെയിനിൽ പോകേണ്ടതാണെന്ന് തോന്നുന്നു. ശ്രീ കെ.ആർ. പ്രമോദ്, താങ്കളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ആണോ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ട്രെയിനുകളുടെയൊക്കെ തന്നെ വരവും പോക്കും ഒക്കെ തന്നെ വളരെ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പലതും ലേറ്റായി മാറുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇവിടെ മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ മെയിൻ്റനൻസ് നടക്കുകയാണ് കല്ലായി റെയിൽവേ സ്റ്റേഷനിലും. പിന്നെ ജനശതാബ്ദി പോലത്തെ ഒരു ഹെവി ട്രാഫിക് ഉള്ള ഒരു ട്രെയിനിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ ഇല്ല. പിന്നെ ഇവിടെ മൊത്തം ട്രാഫിക് ബ്ലോക്ക് ആണ്. അപ്പോൾ പലർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഇവിടെ മൊത്തം ഒരു കൺഫ്യൂഷൻസ് ആണ്. ഈ കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ആയതുകൊണ്ട് ആയിരത്തോളം ആൾക്കാർ ഈ ട്രെയിനിൽ സ്ഥിരമായി ട്രാവൽ ചെയ്യുന്നവരുണ്ട്. അപ്പം മൊത്തം ഒരു കൺഫ്യൂഷന്റെ ഭാഗമായിട്ട് ഇവിടെ സൗണ്ട് സിസ്റ്റം ഇല്ല, പ്ലാറ്റ്ഫോം നമ്പർ ഇല്ല, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ട്രെയിൻ എത്തിയിട്ടില്ല. 1:40 ഇവിടെ പോകേണ്ട ട്രെയിനാണ്, ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഒരു ട്രെയിൻ കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൗണ്ട് സിസ്റ്റം ഇല്ല, ഇവിടെ റെയിൽവേക്ക് മേൽക്കൂരി ഇല്ല. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ നല്ലൊരു മഴയ്ക്ക് സാധ്യത ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ മൊത്തം ഒരു കൺഫ്യൂഷനിലുള്ള ആൾക്കാർ ശ്രീ കെ.ആർ. പ്രമോദ്, കൃത്യമായ അറിയിപ്പ് നൽകാനുള്ള ബാധ്യത റെയിൽവേക്കാണുള്ളത്. അവിടെ PR വിഭാഗങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായും അപ്ഡേറ്റ് ഉണ്ടാകേണ്ടതാണ് സൈറ്റിലൊക്കെ. അങ്ങനെ ഒന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അല്ലേ? അതിപ്പോ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അറിഞ്ഞിട്ടാണ് ജനങ്ങൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. പലരും എന്താ വെച്ചാൽ 12:45 എത്തുന്ന ട്രെയിനിന് എത്തിയിട്ട് പിന്നെ 1:45 ഇവിടുന്ന് പോകേണ്ടത്. അതുകൊണ്ട് പലരും ഭക്ഷണം കഴിക്കാതെയൊക്കെയാണ് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ ഉണ്ട്, ഇവിടെ ഫാമിലീസ് ഉണ്ട് ധാരാളം. അവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. എല്ലാവരും ഒരു സ്ട്രഗ്ലിങ്ങിലാണ്. എന്തായാലും ട്രെയിൻ ഇപ്പോൾ കടലുണ്ടി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. ഇവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ തിരിച്ചു കൊണ്ടാണ്. അപ്പൊ എഞ്ചിൻ മാറ്റിയിടേണ്ട പ്രക്രിയകളൊക്കെ ഉണ്ടാവും. ഗോവിന്ദമാഷ്, CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ജനക്കൂട്ടത്തിനിടയിലുണ്ട്, കാണാൻ പറ്റി. ഇപ്പൊ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ഫാമിലീസ് ഉച്ചയ്ക്ക് ശേഷം ഈ വൈകിട്ടോടുകൂടി ഒരുപാട് തിരക്ക്, ഒരുപാട് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം തുറന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ട്രെയിനുകളെ അത് ബാധിക്കാം. എന്താ വെച്ചാൽ പല സ്റ്റേഷനിലും ഇതിന്റെ അടുത്തുള്ളടത്തൊക്കെ ട്രെയിനുകൾ പിടിച്ചിട്ടില്ല. പറപ്പിൽ പിടിച്ചിട്ടില്ല, കടലോട്ടി പിടിച്ചിട്ടില്ല. ഇപ്പൊ ബാക്ക് ടു ബാക്ക് ഓരോന്നായിട്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു റെയിൽവേ ട്രാഫിക്കിനൊക്കെ അതിന്റെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. അതേതായാലും ഒരു വൈകുന്നേരത്തോടു കൂടിയുള്ളൂ അത് റെഡിയായി വരാൻ സാധ്യതയുള്ളൂ. താങ്ക് യു. ശരി, വളരെയധികം നന്ദി കെ.ആർ. പ്രമോദ്.